ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പോത്തുകല്ലിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 43 മൃതദേഹങ്ങളും 29 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് മാറ്റി തുടങ്ങി. ജൂലൈ 30 ചൊവ്വാഴ്ച ലഭിച്ചത് 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളുമായിരുന്നു. ഇന്ന് ലഭിച്ചത് 11 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളുമാണ്. എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി CHCയിലേക്കാണ് മാറ്റുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി തുടങ്ങിയത്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിൽ എത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇതിനാവശ്യമുള്ള ആംബുലൻസുകളും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളുള്ള 15 ആംബുലൻസുകൾ ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് തിരിക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ളവയും കൊണ്ടുപോകും. ഓരോ ആംബുലൻസുകളിലും 2-ൽ കുറയാത്ത സന്നദ്ധ വോളണ്ടിയർമാർ ഉണ്ടാകും. ഒരു CI, ഒരു SI ഉൾപ്പെടെയുള്ള പോലീസ് എസ്കോർട്ട് വാഹനവും കൂടെ പോകുന്നുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:30 വരെ 11 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളുമാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. 2 ദിവസത്തിനുള്ളിൽ 43 മൃതദേഹങ്ങളും 29 ശരീരഭാഗങ്ങളും ലഭിച്ചു. 3 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചത്. ഇതിൽ 2 കുട്ടികളുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ കൊണ്ടുപോയി. പോത്തുകൽ പുഴയിൽ അക്കരെ മേലെ ഭാഗത്തു കാണപ്പെടുന്ന മൃതദേഹങ്ങൾ എടുക്കാനായി വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, PM ബഷീർ, ഇസ്മായിൽ എരഞ്ഞിക്കൽ, PV അലി മുബാറക് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും രാവിലെ മുതൽ ഹോസ്പിറ്റലിലുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.